വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നിങ്ങൾ തമ്മിൽ ഉണ്ടല്ലോ, അതെ, അമൃതനെ പറ്റി എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. എന്താണ് ഞാൻ ചെയ്യുന്നത് മാസ്റ്റേഴ്സ് ആൻഡ് ഞാനിപ്പോ മാസ്റ്റേഴ്സ് ഇൻ വിഷ്വൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് എടുത്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ MCA എന്നും അതുപോലെ തന്നെ മെഡിസിൻ റിലേറ്റഡ് കോഴ്സിനൊക്കെ എനിക്ക് കുറെ എങ്ങനെയാണ് അവിടുത്തെ ഫീസ് സ്ട്രക്ചർ, കാര്യങ്ങള്, ഹോസ്റ്റൽ എങ്ങനെയുണ്ട്, അങ്ങനെ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പൊ അതാണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ അബൌട്ട് അമൃതേനെ പറ്റി പറയുന്നതിന് മുന്നേ ഞാൻ UG എന്തായിരുന്നു, ഞാൻ എന്താണ് ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്തത്, എന്നെ പറ്റി ഒരു ചെറിയ ഇൻട്രോ തന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ വിശദീകരണത്തിലേക്ക് പോകാം കേട്ടോ. അപ്പോ നമ്മുടെ വീഡിയോ എടുക്കാൻ നിന്നപ്പോ ഒരുത്തനോട് അവന് ഇരിക്കുന്നുണ്ട്, അവന് വീഡിയോയിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് വെൽക്കമിങ് കുഞ്ഞൻ. വാ, ഇവിടെ ഇരിക്കുക. ഓക്കെ, ഇനിയിപ്പൊ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അവൻ എന്താന്ന് പോലും അറിയാതെ വെറുതെ ഇരിക്കും. ഇപ്പൊ വെക്കേഷൻ അല്ലേ എനിക്ക്, മൈക്ക് പിടിച്ചു ചുമ്മാ. അപ്പൊ എങ്ങനെയുണ്ട് വെക്കേഷൻ ഒക്കെ? എങ്ങനെയാണ് മോനെ? കുഴപ്പമില്ല, നല്ല വെക്കേഷൻ ആണ്. പക്ഷെ കളിക്കാനൊന്നും പുറത്തേക്ക് പോകില്ല. പാവം, ഞങ്ങൾക്കൊന്നും വെക്കേഷൻ ഇല്ല, അത് മനസ്സിലാക്ക്. നിനക്കൊക്കെ വെക്കേഷൻ ഇല്ലേ? ഇപ്പൊ കുഞ്ഞൻ എവിടെ പഠിക്കുന്ന? പറ. ഞാൻ പഠിക്കുന്നത് നൈപുണ്യയിലാണ്. ഓക്കെ, ഞാൻ പറയാം. വാ. ഓക്കെ, എനിക്ക് വാ. ഓക്കെ, സോ കുഞ്ഞൻ ഇനി 6th അല്ലേ? അവന്റെ ഒറിജിനൽ പേര് നിബീത്ത്. ഞങ്ങളെല്ലാരും കുഞ്ഞെന്നാ വിളിക്കുന്നത്. ഓക്കെ, ഇതെന്റെ കസിൻ ആണ്, എന്റെ അച്ഛന്റെ ബ്രദറിന്റെ മോനാണ്, എന്റെ കൊച്ചച്ഛന്റെ മോനാണ്. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ സൈഡായിട്ട് ഇരിക്കേണ്ടി വരും കേട്ടാ. ആഫ്റ്റർ 12th ഇനി എന്ത്, അല്ലെങ്കിൽ ആഫ്റ്റർ UG ഇനി എന്ത് എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? അത് എനിക്കറിയാം. ഓഫ് കോഴ്സ് എനിക്കും ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഏതൊരു ഡയറക്ഷനിലേക്ക് പോകണം നേരത്തെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ചൂസ് ചെയ്തോ. നിങ്ങളുടെ പാഷനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് ഒന്നിലും പോയി ചാടാൻ നിൽക്കരുത്. നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചൂസ് ചെയ്യുക, നിങ്ങൾ അത് പഠിക്കുക, അതിനെ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് പറയുന്നത് കേൾക്കുക, കാരണം അവരെപ്പോഴും നല്ലതിനാണല്ലോ പറയുള്ളൂ. അപ്പൊ ആ വഴി ചൂസ് ചെയ്ത് പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ കമ്മിങ് ബാക്ക് ടു അവർ പോയിന്റ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ ഞാൻ എന്താണ് എടുത്തതെന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ 12th എടുത്തത്, 12th ഞാൻ കൊമേഴ്സ് ആയിരുന്നു. അപ്പൊ കൊമേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും ബികോം ആ ഒരു ഫീൽഡിലേക്കാണ് പോകുന്നത്. എനിക്കും ബികോമിന് അഡ്മിഷൻ കിട്ടിയതാണ്. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും പഠിക്കണം, അല്ലെങ്കിൽ ഒരു വെറൈറ്റി കോഴ്സ് ഒക്കെ തിരഞ്ഞെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് സെന്റ് പോൾസിൽ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നത്. അപ്പൊ ഞാൻ UG, അതായത് എന്റെ ബാച്ചിലേഴ്സ് 3 years ഞാൻ പഠിച്ചത് വിവോക് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ജേർണലിസം ആയിരുന്നു. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ്, വിവോക് അതെന്താണ്? സോ വിവോക് എന്ന് പറഞ്ഞാൽ കുറെ പേർക്ക് അറിയായിരിക്കും, കുറെ പേർക്ക് അറിയില്ലായിരിക്കും. സോ വിവോക് എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് വൊക്കേഷൻ ആണ്. അപ്പൊ അതൊരു സ്കിൽ ഓറിയന്റഡ് കോഴ്സ് ആണ്. അങ്ങനെ എന്റെ 3 years ബാച്ചിലേഴ്സ് കഴിഞ്ഞു. പിന്നെയാണ് ഞാൻ അമൃതയില് ഞാൻ 2nd സെം ആയിട്ടുള്ളൂ. എനിക്കിനി ഒരു 1 year കൂടി ഉണ്ട്. ഇതൊരു 4 സെം കോഴ്സ്, അതായത് 2 year ആണ് നമ്മുടെ മാസ്റ്റേഴ്സ് എപ്പോഴും. അപ്പൊ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് MA വിഷ്വൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ UG ജേർണലിസം ആയതുകൊണ്ട് തന്നെ എനിക്ക് ജേർണലിസം അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ്, ന്യൂസ് ഫീൽഡ് എനിക്ക് എന്തോ താല്പര്യമില്ല. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്, ബട്ട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് കുറച്ചും കൂടി എന്റർടൈൻമെന്റ് മീഡിയയിലേക്ക് പോകാനാണ് താല്പര്യം. അപ്പൊ അതിൽ എന്തെന്ന് ചോദിക്കരുത്, ഇപ്പോഴും എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും എനിക്ക് ചൂസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോ വീഡിയോ പ്രസന്ററോ അല്ലെങ്കിൽ ആങ്കറിങ് ലൈക്ക് ഇന്റർവ്യൂയിങ് ആണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ പ്രോഗ്രാം പ്രൊഡ്യൂസർ. അപ്പൊ അങ്ങനെ നമുക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഈ ഒരു ഫീൽഡിന്റെ പ്രത്യേകത എനിക്ക് എപ്പോഴും എന്താ വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആണ്, ക്രിയേറ്റീവ് ആണ്. നമ്മൾ ചെയ്യണ കാര്യം തന്നെ എപ്പോഴും ചെയ്യണം എന്നില്ല, നമുക്ക് വേറൊരു ഇതിലേക്ക് പോകണമെങ്കിൽ മാറാം. മൊത്തം ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ ഉള്ളൊരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡ് എനിക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കോഴ്സ് ഇഷ്ടം എന്നുള്ള രീതിയിൽ ഞാൻ തെരഞ്ഞെടുത്തത് കേട്ടോ. അങ്ങനെ എന്റെ UG ലൈഫൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആഫ്റ്റർ UG എന്തിനി എടുക്കണം, PG. അപ്പോൾ ജേർണലിസം വേണ്ടാന്ന് ഞാൻ വെച്ചു. അപ്പൊ എനിക്ക് എന്റർടൈൻമെന്റ് റിലേറ്റഡ് ആകുമ്പോൾ വിഷ്വൽ മീഡിയ കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ അമൃതയിൽ കയറുന്നത്. അമൃതയെ പറ്റി കൂടുതൽ അറിയുന്നത് എന്താ വെച്ചാൽ, അമൃത എന്ന് പറഞ്ഞ കോളേജ് അവിടെ ഉണ്ട്. ലൈക്ക് ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആണ്. ഇന്ത്യയിൽ തന്നെ ഒരു 7th റാങ്ക് ഓർ 3rd റാങ്കോളം ഉണ്ട് കേട്ടോ. ലൈക്ക് എഡ്യൂക്കേഷണൽ വൈസും സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ വൈസും അമൃത ഇസ് ബെസ്റ്റ് ഫോർ സ്റ്റഡി. അങ്ങനെ ഇപ്പൊ അമൃതയിലേക്ക് എത്താനുള്ള ഇതല്ലേ. അപ്പൊ എന്റെ ടീച്ചേഴ്സ് ഒക്കെ അവിടെ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെ അമൃതയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അമൃതയെ തന്നെ പഠിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ
മാസ്റ്റേഴ്സ് വിഷ്വൽ മീഡിയയ്ക്ക് അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഞാൻ 1 ഇയർ കഴിയാറായി. എൻ്റെ സെക്കൻഡ് സെം എക്സാം ആണ് ഈ മെയ് സെക്കൻഡ് വീക്ക് ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 1 ഇയർ കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ PG കഴിഞ്ഞു. അതിൻ്റെ എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് വർക്കിനായിരുന്നു. അതൊക്കെയാണ് എൻ്റെ പ്ലാൻ. അപ്പം നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് വരാം. ഞാൻ കുറച്ചൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. കുഞ്ഞിനെ ബോറടിക്കണോ? ഞാൻ കുഴപ്പമില്ല, ഇവൻ വരണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കയറ്റി എഴുതിയതാട്ടാ. ഓക്കെ, ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് Q&Aയിലേക്ക് പോകാൻ. ചോദിച്ചിരിക്കുന്നത് അമൃത സ്ട്രിക്റ്റ് ആണോ എന്നാണ്. അമൃത ഹാവ് സം സ്പെസിഫിക് റൂൾസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത്ര സ്ട്രിക്റ്റ് ഒന്നുമില്ല. പണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടുത്തെ ഒരു ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പോൾ അമൃതനെ പറ്റി പറയുകയാണെങ്കിൽ അമൃത നല്ലതാണ്. എഡ്യൂക്കേഷണൽ വൈസ് ആൻഡ് അക്കാഡമിക്സ് അമൃത ഗുഡ്, നല്ലവണ്ണം പഠിപ്പിക്കും. ഇപ്പൊ ഞാനൊരു മീഡിയ സ്റ്റുഡന്റ് ആണ്. അപ്പൊ എനിക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ട്. ഇപ്പോൾ ക്യാമറ ആയിക്കോട്ടെ, ഇൻഡിവിജ്വലി എനിക്കും അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഓരോരോ ക്യാമറ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലാബ് ആണെങ്കിൽ തന്നെ നല്ല എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമുക്ക് പ്രിവ്യൂ തിയേറ്റർ ഉണ്ട്, ലാബ് ഉണ്ട്, പിന്നെ ഗ്രീൻ സ്ക്രീൻ റൂം ഉണ്ട്, ഓഡിയോ റെക്കോർഡിംഗ് റൂം ഉണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അമൃതയുടെ അക്കാഡമിക്സ് കാര്യങ്ങൾ ഗുഡ് ആണ് ഞാൻ പറയും. നല്ലോണം എല്ലാ കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണ്. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്, പ്ലേസ്മെന്റ്. ഈ MCA MBA കാര്യങ്ങളൊക്കെ ഞാൻ ആ സ്റ്റുഡന്റ് അല്ല, അപ്പൊ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. പക്ഷെ അറിഞ്ഞത് വെച്ച് MBA MCA ഒക്കെ അമൃതയിൽ നല്ലതാണ്. നല്ലോണം പ്ലേസ്മെന്റ്, കൂടുതലും കമ്പ്യൂട്ടിങ്ങിലെ കുട്ടികൾക്കാണ് പ്ലേസ്മെന്റ് അവിടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ. നമ്മുടെ മീഡിയ സ്റ്റുഡൻസിനേക്കാളും നിങ്ങൾക്കൊക്കെയാണ് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീഡിയക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് കുറേ സ്ഥലത്തേക്ക് പോകാം. അപ്പൊ നമുക്ക് അങ്ങനെ പല ഏരിയയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണില്ല ആ സ്ഥലത്ത്. അപ്പൊ അങ്ങനെ ഞങ്ങളെക്കാളും കൂടുതൽ കമ്പ്യൂട്ടിങ്ങിലാണ് പ്ലേസ്മെന്റ് കൂടുതൽ കേട്ടോ. പിന്നെ കുറെ കോഴ്സസ് ഉണ്ട്. ഇപ്പൊ അതൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. പിന്നെ അമൃതയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ്, അമൃതയുടെ അസാസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. ഞാൻ അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസ് ആണ്. കൊച്ചിയിൽ തന്നെ 2 ക്യാമ്പസ് ഉണ്ട്. മെഡിസിനും എല്ലാം വേറൊരു ക്യാമ്പസ് ആണ് എയിംസിൽ തന്നെയാണ് MBA കേട്ടോ. അപ്പോ എയിംസും നമ്മുടെ അമൃത വിദ്യാപീഠം കൊച്ചിയും എയിംസ് 2 ഡയറക്ഷനാണ്. കൊച്ചി തന്നെയാണ്, പക്ഷെ എയിംസിലാണ് കൂടുതൽ മെഡിസിൻ ഹോസ്പിറ്റൽ ക്യാമ്പസ് ഇല്ലേ, അവിടെയാണ് ബാക്കിയുള്ളത്. നമ്മുടെ കമ്പ്യൂട്ടിങ്ങും കൊമേഴ്സ് ഹ്യൂമാനിറ്റി ആ കാര്യങ്ങളൊക്കെ ഇവിടെ. പിന്നെ ബാച്ചിലർ കോഴ്സും ഉണ്ട് കേട്ടോ, ഡിഗ്രി 3 ഇയർ കോഴ്സും ഉണ്ട്, നമ്മുടെ PG ഉണ്ട്, UG കോഴ്സസും അമൃതയിൽ അവൈലബിൾ ആണ്. അപ്പൊ UGനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ വിഷ്വൽ മീഡിയയുടെ തന്നെ UGയും നമ്മുടെ കോളേജിൽ അവൈലബിൾ ആണ്. പക്ഷെ ഞാനത് പഠിക്കാത്തതുകൊണ്ട് ഞാൻ അത്ര സജസ്റ്റ് ചെയ്യില്ല. പക്ഷെ നല്ലതാണ്, അക്കാഡമിക്സ് പരമായിട്ട് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര ആർട്ട് ഫെസ്റ്റ് അങ്ങനെ എന്ന് വെച്ചാൽ 12th ഒക്കെ കഴിഞ്ഞ് വരുന്ന ചെറിയ കുട്ടികളാണല്ലോ നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തുള്ളിച്ചാടി ആഘോഷിച്ച് നടക്കണമെന്നാണെങ്കിൽ ഞാൻ അമൃത സജസ്റ്റ് ചെയ്യില്ല. അപ്പൊ പഠിക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അമൃത നല്ലൊരു ഓപ്ഷനാണ്. നല്ലോണം എഡ്യൂക്കേഷണൽ വൈസ് നല്ലതാണ് അമൃത. ബട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ആർട്സ് ഫെസ്റ്റ് കാര്യങ്ങളും അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ വേറൊരു കോളേജ് നോക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഞാൻ മാസ്റ്റേഴ്സ് ആണ് ചെയ്യുന്നത്. പിന്നെ അമൃത ഹോസ്റ്റൽ സ്ട്രിക്റ്റ് ആണോ കാര്യങ്ങൾ ചോദിച്ചു. ഞാനൊരു ഡേ സ്കോളർ ആണ്. അപ്പോൾ അമൃത കോളേജ് ഹോസ്റ്റൽ വൈസ് പറയുകയാണെങ്കിൽ സേഫ് ആണ് അമൃത. പക്ഷെ നമ്മളൊരു കോളേജിന്റെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കുറെ സ്ട്രിക്ട്നെസ്സും കാര്യങ്ങളും ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഉണ്ട്. അല്ലാതെ നിങ്ങൾക്ക് അവിടെ PG അവൈലബിൾ ആണ് കോളേജിന്റെ പുറത്ത്, അത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഇന്റർവ്യൂ എങ്ങനെയാണ് അമൃതയിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ സൈറ്റ് ഒഫീഷ്യലി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അമൃത കൊച്ചിയുടെ സൈറ്റിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്ത് കോഴ്സാണോ ഇത് വേണ്ടത് അത് എടുക്കുക, അതിൽ അപ്ലൈ ചെയ്യുക. പിന്നെ എന്തോ 2000 എന്തോ പേയ്മെന്റ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്. പിന്നെ നിങ്ങളുടെ 12th മാസ്റ്റേഴ്സ് ആണെങ്കിൽ 12th നിങ്ങളുടെ UG ഏത് കോഴ്സാണ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. പിന്നെ 50% എബോവ് മാർക്ക് വേണം. പിന്നെ ഇന്റർവ്യൂ എനിക്ക് ഓൺലൈൻ ആയിരുന്നു. അത്ര ഹാർഡ് ആണെന്നൊക്കെ ചോദിച്ചതിന് കുറെ പേര്. അത്ര പേടിക്കാനൊന്നുമില്ല, എനിക്ക് ഈസി ആയിരുന്നു. നമ്മളെ പറ്റി സെൽഫ് ഇൻട്രോ ചോദിക്കും. എല്ലാവർക്കും പല രീതിക്കായിരിക്കും. ഞാൻ മീഡിയ സ്റ്റുഡന്റ് ആയതുകൊണ്ട് എന്റെ ഒരു ഫീൽഡ് വെച്ചിട്ടായിരിക്കും അവർ ചോദിക്കുക. ഞാൻ UG എന്തായിരുന്നു, സെൽഫ് ഇൻട്രോ, വൈ എന്തുകൊണ്ട് അമൃത ചൂസ് ചെയ്തു, ആൻഡ് അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അറൌണ്ട് ഒരു 10-15 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ കുറെ മെഡിസിൻ പരമായിട്ടുള്ളതിന് എൻട്രൻസ് ഒക്കെ വേണ്ട വരും. പിന്നെ അപ്പൊ അങ്ങനെയും ഉണ്ടാകും കേട്ടോ. എൻ്റെ ഒരു ഈ കമ്പ്യൂട്ടിങ് MCA ഒക്കെ എന്തോ റിട്ടേൺ എക്സാം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് അമൃതയുടെ ഒഫീഷ്യലി ഉള്ള സൈറ്റിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസ് അവർ തന്നെ പറഞ്ഞുതരും.
ഓക്കെ. അപ്പൊ ഇന്റർവ്യൂവിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈസിയാണ്, ആരും പേടിക്കണ്ട ഗൈസ്. ഓക്കെ, ഞാൻ ഈ പറയണ കേട്ടിട്ട് ആരും വരരുത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡ് ഇഷ്ടമുണ്ടെങ്കിൽ, മീഡിയ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ചൂസ് ചെയ്യുക. ആരും പറയണായിട്ട് ഫോഴ്സ് ചെയ്ത് എടുക്കരുത്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾ പഠിക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്റർവ്യൂ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഈസിയാണ്. പിന്നെ ഫീസ് സ്ട്രക്ചർ. ഓക്കെ ഓക്കെ. നമ്മൾ 4 സെമ്മാണ് വരുന്നത്. അതായത് ഞാൻ പി ജിയുടെ കാര്യമാണ് പറയുന്നത്. ബാക്കി എല്ലാ കോഴ്സിന്റെയും സിലബസും അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചറൊക്കെ നമ്മുടെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ എന്റെ പറയുകയാണെങ്കിൽ എന്റെ 57,300 ആണ് ഒരു സെമ്മ്. അങ്ങനെ 4 സെമ്മാണ്, അതായത് 2 വർഷമാണ് നമ്മുടെ മാസ്റ്റേഴ്സ് പി ജി കോഴ്സുകൾ. അപ്പോൾ ഈ 57,300 കോളേജ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾക്ക് പഠിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ലാബിൽ തന്നെ നമ്മളിപ്പോ ഒരു മീഡിയ സ്റ്റുഡന്റ് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ നമുക്ക് ഫോട്ടോഷോപ്പ് വേണം, പ്രീമിയർ വേണം, ഇൻഡിസൈൻ വേണം. അങ്ങനെ നമ്മൾക്ക് ആ ഒരു മീഡിയ കോഴ്സ് റിലേറ്റഡ് പഠിക്കുന്ന സാധനങ്ങൾ നമ്മൾക്ക് ചെയ്തും കൂടി പഠിക്കണമല്ലോ, അതിനുള്ള എല്ലാം ഉണ്ട്. അപ്പൊ ആ ഒരു സിസ്റ്റത്തിന് തന്നെ അറൗണ്ട് ഒരു 1,30,000 എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഫീസ് എന്നാണ് പറയുന്നത്. അപ്പം അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ക്യാമറയ്ക്ക് തന്നെ ആ ഒരു സ്റ്റുഡിയോ റൂമിന് തന്നെ ഏകദേശം നല്ല റേറ്റ് വന്നിട്ടുണ്ട് അത് പണിയാൻ തന്നെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഫീസ് സ്ട്രക്ചർ ആണ് ഗൈസ്, ഒരു 57,300. അതാണ് നമ്മുടെ എല്ലാ സെമ്മിലും വരുന്നത്. പിന്നെ ലൈക്ക് ബസ് അവൈലബിൾ ആണ്. ഞാൻ ബസ്സിനാണ് ഇപ്പോൾ പോവാറ്. എല്ലാ റൂട്ടിലേക്കും ബസ് ഉണ്ട് അത്യാവശ്യം. ബസ്സിന് വേറെ ഫീസ് ആയിരിക്കും, അത് നിങ്ങളുടെ ഡിസ്റ്റൻസ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ, ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും. പിന്നെന്താ ചോദിച്ചിരിക്കുന്നത്, അക്കാഡമിക്സ് പരമായിട്ട് അമൃത ഞാൻ ഗുഡാന്ന് പറയും. കാരണം അമൃതയിൽ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്, നല്ലോണം പഠിപ്പിക്കും. ഇപ്പോൾ ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണെങ്കിലും കുറെ ഡോക്ടറേറ്റ് ഉള്ളവരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടാണെങ്കിൽ ഉള്ളവരാണ്. അതുപോലെ തന്നെ ഫീൽഡ് എക്സ്പീരിയൻസ് കുറെ ഉള്ളവരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, അക്കാഡമിക്സ് നല്ലതാണ് ഗൈസ്, നല്ലോണം പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ക്യാമ്പസ് ലൈഫ് ഞാൻ പറയുകയാണെങ്കിൽ ക്യാമ്പസ് ലൈഫ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വാല്യൂ ഒക്കെ ഉണ്ട് അമൃതയ്ക്ക്. പിന്നെ സിലബസും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ സൈറ്റിൽ, ഒഫീഷ്യൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ അത് എല്ലാത്തിൻ്റെ ഒന്നും ഞാനിപ്പോൾ പറയണ്ടല്ലോ. അപ്പൊ ഞാൻ പഠിക്കണേ പറ്റിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫീസ് സ്ട്രക്ചറാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുപോലെ തന്നെ അതിന്റെ സിലബസ് ഒക്കെ നിങ്ങൾ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഫസ്റ്റ് സെം എന്താണ്, സെക്കൻഡ് സെം എന്താണ്, തേർഡ് സെം എന്താണ്, ഫോർത്ത് സെം എന്താണ്. ഫോർത്ത് സെമ്മിൽ ലാസ്റ്റ് നമുക്കൊരു ഡോക്യുമെന്ററി ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം, പ്ലസ് ഇന്റേൺഷിപ്പ് ഉണ്ട്. അതിന് മുന്നത്തെ നമുക്ക് കുറച്ച് തിയറിയും പ്രാക്ടിക്കൽ എല്ലാ സെമ്മിലും നമുക്കുണ്ട്. ഫോട്ടോഗ്രാഫി, ഗ്രാഫിക് ഡിസൈൻ, വീഡിയോ പ്രൊഡക്ഷൻ, പല പല രീതിക്കാണ്. പിന്നെ മീഡിയ കോഴ്സസിൽ തന്നെ അവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. AAA ഉണ്ട്, VMC അതായത് വിഷ്വൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിന്നെ VFX ആൻഡ് MFA AAA ഉണ്ട്. VFX ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഈ വർഷം തൊട്ട്, കാരണം എല്ലാ വർഷവും കുറച്ച് ചേഞ്ചസ് വരുത്താറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് അമൃതയെ പറ്റി. അപ്പൊ അമൃതയെ പറ്റി പറയുകയാണെങ്കിൽ അക്കാഡമിക്സ് വൈസ് നല്ല കോളേജാണ്. നിങ്ങൾക്ക് ഇപ്പൊ നല്ല രീതിക്ക് പഠിക്കണം എന്നുള്ളവരാണെങ്കിൽ അമൃത ചേരി നല്ലോണം പഠിക്കാം, നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ട്. പിന്നെ എനിക്ക് ഇപ്പൊ പേഴ്സണലി തോന്നിയ കാര്യം എന്ന് വെച്ചാൽ വേറെ പല കോളേജസിനെ വച്ച് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തില് ഈ ഒരു സ്ട്രിക്റ്റ് നല്ലതാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇപ്പൊ അറിയാലോ അല്ലെ കുഞ്ഞൂട്ടാ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഫുൾ ഇങ്ങനെ ഡ്രഗും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരെയും ഞാൻ പറയില്ല, ഒരു ചെറിയ ഭാഗം ആൾക്കാർ. കാരണം നമുക്ക് എനിക്കിതിപ്പോ അഡ്വൈസ് ആയിട്ടൊന്നും എടുക്കണ്ട, കാരണം ഞാനും അത്ര പെർഫെക്റ്റ് ആണെന്നൊന്നും പറയില്ല. പക്ഷേ നിങ്ങളിപ്പോ ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ചേരുമ്പോൾ നിങ്ങൾ ലൈക്ക് നല്ല വഴി കൂടെ പോകും. നിങ്ങൾക്ക് ഇങ്ങനെ പോകാം, ഇങ്ങനെ പോകാം. കുഞ്ഞൂട്ടിന് ഏത് തിരഞ്ഞെടുക്കും? നേരെ പോകുമോ സൈഡിൽ കൂടെ പോകും? നേരെ മോന് ഗുഡ് വഴി പോവാം, നല്ല വഴി കണ്ട ഗുഡ് ബോയ്. അപ്പൊ നമുക്ക് നേരെ പോകാം, വളഞ്ഞു പോവാം. കാരണം എനിക്ക് ഡ്രഗും സിഗരറ്റും മണം പോലും ഇഷ്ടമല്ല. ആരെങ്കിലും മരുന്നുണ്ടോ വലിച്ചു ഞാൻ കളയും. അപ്പോ എന്താ ഞാൻ പറഞ്ഞ മനസ്സിലായി, നമ്മളൊരു കോളേജ് ചേരുന്നത് എന്തിനാ? പഠിക്കാനാണ് അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനാണ്. അപ്പൊ അതുവഴി പോവാ, അല്ലാതെ നമ്മള് വേറെ കുറെ സാധനങ്ങളൊക്കെ അത് ഔട്ട് ഓഫ് ദ സ്ഥലം. അപ്പോ ഇങ്ങനെയുള്ള ഇപ്പൊ കുറെ നമ്മള് കേസസും കാര്യങ്ങളൊക്കെ ഇട്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി പറയാൻ എന്താന്ന് വെച്ചാൽ നല്ല രീതിക്ക് പോവാ, ഇങ്ങനെ പോകരുത്. അത് നിങ്ങളുടെ ലൈഫിൽ നല്ലതായിരിക്കും, ദ പേഴ്സണൽ ചോയ്സ് ആണ്. ഞാൻ ആരുടെ ലൈഫിൽ ഒന്നും പറയാൻ വരുന്നില്ല. പക്ഷേ that's a good thing. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത് അമൃത ഒരു ആന്റി സ്മോക്ക് ക്യാമ്പസ് ആണ്, അവിടെ അതൊന്നും പറ്റില്ല. ഇറ്റ്സ് എ ഗുഡ് തിങ്. കാരണം ഇപ്പൊ കേൾക്കുന്ന കാര്യങ്ങൾ ഫുൾ എല്ലാവരും ലഹരിക്ക് അടിമയാണ് കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് പറയാനുള്ള അതൊന്നും അങ്ങനെ അത് യൂസ് ചെയ്യില്ലേ, നല്ല രീതിക്ക് പോകും. ഓക്കെ, നമുക്ക് നല്ലൊരു ജനറേഷനെ വേണം.
അപ്പൊ അത്രേ ഉള്ളൂ. ഇറ്റ്സ് അപ് ടു യു. നല്ല രീതിക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോവാ. ഐഡിയ ഇല്ലെങ്കിൽ പാരന്റ്സ് പറയുന്നത് കേൾക്കുക, ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ലൈഫൊക്കെ അങ്ങനെയാണ്. എൻ്റെ ഞാനിപ്പോ കറന്റ് എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു വർഷം കൂടി ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് അമൃതയെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്യൂച്ചർ, അതായത് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പൊ ഇതൊരു മീഡിയ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഏത് ഫീൽഡിലേക്ക് പോകണമെന്നില്ലേ. ഇപ്പോൾ ഈ ഒരു ട്രിപ്പിലൊക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ അഡ്വർടൈസ്മെന്റ്, ഗ്രാഫിക് ഡിസൈനിങ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വിഷ്വൽ മീഡിയയ്ക്ക് ആണെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ട്, RJ ആവാം, ഇന്റർവ്യൂവിങ്, ആങ്കറിങ്, വീഡിയോ പ്രൊഡക്ഷൻ, കോണ്ടന്റ് റൈറ്റർ, എഡിറ്റർ, വീഡിയോഗ്രാഫർ, ക്യാമറമാൻ, ആങ്കറിങ്, പ്രോഗ്രാം പ്രൊഡ്യൂസർ, കോണ്ടന്റ് റൈറ്റർ ആവാം, കോണ്ടന്റ് ക്രിയേറ്റർ ആവാം, അല്ലെങ്കിൽ എന്നെ പോലെ യൂട്യൂബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് സക്സസ് ആവാം. ഞാൻ സക്സസ് ആയി നല്ലതാട്ടോ ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോൾ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിത് തുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. എനിക്കെന്തോ UG കഴിയാറായപ്പോഴത്തേക്ക് എനിക്ക് യൂട്യൂബൊക്കെ തുടങ്ങണമെന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ തുടങ്ങിയ ഒരാളാണ്. എൻ്റെ ഒരു പാഷനാണ്, ഇതൊരിക്കലും എൻ്റെ ജോലിയല്ല, എനിക്കിഷ്ടമാണ് ഇത് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ തുടങ്ങിയ സംഭവമാണ്. അല്ല, അപ്പൊ ഇതാണ് എൻ്റെ കോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഐ തിങ്ക് ഇതൊരു വലിയ വീഡിയോ ആയിരിക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. ഞാൻ ഫസ്റ്റ് ഡേ ഇൻ PG ഇൻ അമൃത എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്സിലാണ് കുറെ കമന്റ്സും കാര്യങ്ങളും വന്നിരിക്കുന്നത്. അപ്പൊ കുറെ പേര് വേറെ ഫീൽഡിനെ പറ്റിയൊക്കെ ചോദിച്ചു. അപ്പൊ അവരോടൊക്കെ അറിയാവുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തൊക്കെ നിങ്ങൾ ഒഫീഷ്യലി നമ്മൾ അമൃതയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ അവരെല്ലാം പറഞ്ഞു തരും. അപ്പൊ വേറെ ഒന്നുമില്ല. That's all about this video. I think എല്ലാം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. എൻ്റെ അമൃതയുടെ ഒരു ഓവറോൾ ഐഡിയ ഒക്കെ കിട്ടിയല്ലോ നിങ്ങൾക്ക്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ തിങ്ക് ഹോപ്പ് യു ഓൾ ലൈക്ക് ദ വീഡിയോ. അപ്പൊ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഗൈസ്. ബൈ.